ശരി. ശ്രീകുമാർ, നോക്കൂ, അങ്ങ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണല്ലോ. മോദി തൃശ്ശൂരിൽ വന്നുപോയി, തലസ്ഥാനത്ത് വന്നുപോയി, എത്തേണ്ട ഇടങ്ങളിലൊക്കെ എത്താൻ ശ്രമിച്ചു, വോട്ട് തേടി, പറയേണ്ടത് പറഞ്ഞു. ഈ മോദി വന്ന് പോയതിന് മുൻപും ശേഷവും ഗ്രൗണ്ടിൽ കണ്ടത് എന്താണ്? നോക്കൂ ശ്രീ കൃഷ്ണരാജ്, ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ പങ്കെടുക്കാൻ പോകാറുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു വ്യത്യസ്ത അവസ്ഥ എന്താണ്? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മുന്നണികളിൽ ഒരു മുന്നണിയുടെ നേതാവ് കൂടിയാണ് ശ്രീ മോദി. LDFും NDAയും. അപ്പൊ LDFും NDAയും തമ്മിലുള്ള ആ ഒരു മത്സരത്തില്, സാധാരണ LDFും UDFും തമ്മിലുള്ള മത്സരത്തില് NDAയുടെ ഒരു പരോക്ഷ പിന്തുണ LDFിനുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ലെന്ന് BJPയും CPMും ആഗ്രഹിക്കുന്നു. അപ്പൊ കോൺഗ്രസ് ഇപ്പൊ കർണാടകയിലുണ്ട്, തെലങ്കാനയിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ കേരളം കൂടെ വന്നു കഴിഞ്ഞാൽ 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വരുന്നത് ശ്രീ നരേന്ദ്രമോദിക്ക് ക്ഷീണമാണ് രാഷ്ട്രീയമായി. അതുകൊണ്ട് ഇവിടെ LDF വരുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് മോഡി നടത്തിയ ചില പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിലൊക്കെ ഒരു തലോടലിന്റെ പ്രസംഗമായിരുന്നു CPMന്. അതുകൊണ്ടാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി തനിക്കെതിരെ നിരന്തരം കേസുകൾ എടുത്ത് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാത്തതെന്ന്. അപ്പൊ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താണ് BJP ഉപദ്രവിക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ CPM വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാവർക്കും കേട്ടവർക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഇപ്പൊ PM-ശ്രീ പദ്ധതി ഒപ്പിടാൻ പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുത്തു. അവരുടെ എല്ലാ നയവും പരിപാടിയും ഒക്കെ മാറ്റിവെച്ച് അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. ലേബർ കോഡ് കാര്യം അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അത് അവര് പറഞ്ഞെടുത്ത് ഒപ്പിടാൻ പറ്റാവുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ വേണം. അതെന്തായാലും കോൺഗ്രസ് ചെയ്യില്ലെന്ന് കൃഷ്ണനായൻ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ BJPക്ക് താല്പര്യം ശ്രീ പിണറായി വിജയൻ തുടരണമെന്ന കാര്യത്തിലാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് അവര് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന എന്താ അറിയാമോ? ഇവരൊന്ന് മാറണം, LDF ഒന്ന് മാറണം. അപ്പൊ LDF മാറേണ്ടി വന്നാൽ പിന്നെ UDFനാണ് അധികാരത്തിൽ വരേണ്ടത്. അപ്പൊ എന്തിന് ഞങ്ങൾ ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളയണം? അപ്പൊ LDFനെതിരായ വോട്ട് അത് കോൺഗ്രസിനോട് ഇഷ്ടം കൊണ്ടാണെങ്കിൽ അല്ലെങ്കിലും ഇവരൊന്ന് മാറാൻ വേണ്ടി പിന്നെ വരേണ്ടത് UDF ആണ്. അതുകൊണ്ട് UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനത്തിലും, കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന സന്ദർശനത്തിലാണ് അദ്ദേഹം ശബരിമലയെ കുറിച്ച് പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം ശബരിമലയെ കുറിച്ച് പറയാതിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു, വിശ്വാസവും ക്ഷേത്രവും ഒക്കെ മാനിക്കുന്ന BJP നേതാക്കൾ എന്താണ് ശബരിമലയെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതെന്ന്. അപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞു CBIക്ക് വിടൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന എല്ലാ CPMകാരാണ്. അക്കാര്യത്തെ കുറിച്ച് രൂക്ഷമായ ഒരു അഭിപ്രായം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ വിഷയം വന്നപ്പോൾ, ഈ സ്വർണം കൊള്ളക്കേസിൽ CPM നേതാക്കൾ ജയിലിലായപ്പോൾ BJP വലിയൊരു ആവേശമൊന്നും കാണിച്ചില്ല. യുവതീ പ്രവേശന കാലത്ത് കാണിച്ചൊരു ആവേശം കാണിച്ചില്ല. കാരണം എന്താണെന്ന് അവർക്കറിയാം, അങ്ങനെ ആവേശം കാണിച്ചാൽ ചിലപ്പോൾ LDF തോറ്റുപോകും. അപ്പൊ LDFനെ തോൽപ്പിക്കാൻ അവർക്കും താല്പര്യമില്ല. പക്ഷെ ജനത്തിന് മുമ്പിൽ എന്താ വെച്ചാൽ നിസ്സാരം 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ആശുപത്രികളിൽ പോയാൽ ജീവൻ തിരിച്ചു കിട്ടണം. 2, പഠിച്ച കുട്ടികൾക്ക് ജോലി കിട്ടണം. 3, സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. 4, കിട്ടിയത് കൊണ്ട് അന്നം കഴിച്ച് ജീവിക്കണം. ഇത്ര ഒരു പരിമിതമായ താല്പര്യം അവർക്കുള്ളൂ. അപ്പൊ ഈ പരിമിത താല്പര്യം പഠിച്ച് ജോലി കിട്ടുന്ന കുട്ടികൾക്ക് ജോലി ഇല്ല ഇവിടെ. മറിച്ച് പിൻവാതിലിൽ കൂടെ നിയമനമാണ്. എത്ര സഹിക്കൂത് കേരളത്തിലെ അമ്മമാര്? മക്കളെ പഠിപ്പിച്ച് വലുതാക്കുക, എന്നിട്ട് PSC ലിസ്റ്റ് വരുമ്പം അത് ക്യാൻസലാക്കുക, എന്നിട്ട് പിൻവാതിലിൽ കൂടെ നിയമിക്കുക. ഈ അവസാന കാലത്ത് 2 പോലീസ് ഉദ്യോഗസ്ഥർ കായികക്ഷമത അതിൽ തോറ്റുപോയവരെ വീണ്ടും പിൻവാതിലിൽ കൂടെ നിയമിച്ച വാർത്ത വന്നില്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നത്. ഇത് ചോദിച്ചാൽ എന്താ പറയാ? ഒരു ഉത്തരവില്ല. പിന്നെ ഇതൊക്കെ ഒരു പരിമിതി വെച്ചിട്ടല്ലേ രാഷ്ട്രീയ കക്ഷികൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തിനാ പിൻവാതിൽ നിയമനം നടത്തുന്നത്? ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ ആളുകളെ കയറ്റാനാ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം പറയുക?
അപ്പൊ അതുകൊണ്ടാണ് ഈ നേട്ടം ചർച്ചയാക്കാൻ ഇവർ തയ്യാറാവാത്തത്. അതുകൊണ്ടാണ് സംവാദം നടത്താൻ പറ്റാതെ മുഖ്യമന്ത്രി അവിടുന്ന് മാറിപ്പോയി. സാർ, പക്ഷേ ഈ ശബരിമല വിഷയത്തിൽ ഇന്നലെ ഒരുപാട് സംസാരിച്ചുവല്ലോ നരേന്ദ്രമോദി. ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്താനുള്ള കുതന്ത്രങ്ങളുണ്ട്. ശബരിമല കൊള്ള നടത്തിയത് LDF സർക്കാർ, അതിൻ്റെ ഭാഗമായത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ. ശബരിമല കൊള്ള അന്വേഷണം നടത്താൻ തയ്യാറാകാത്തത് അതുകൊണ്ടാണ്. CBIക്ക് എന്തുകൊണ്ട് വിടുന്നില്ല? NDA സർക്കാർ ഉണ്ടായാൽ ശബരിമലയിൽ കൊള്ള നടത്തിയവർക്ക് തക്ക ശിക്ഷ ലഭിക്കും. സ്വാമി അയ്യപ്പൻ്റെ ഭക്തരുടെ പ്രതിഷേധത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകില്ല. ഇങ്ങനെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ അദ്ദേഹം. അതായത് ഇന്നലത്തെ സന്ദർശനത്തിൽ പറഞ്ഞു. ആദ്യത്തെ സന്ദർശനത്തിൽ പാലക്കാടും തൃശ്ശൂരും അദ്ദേഹം വന്നുല്ലോ. അതില് ആ സമയത്ത് അദ്ദേഹം പറയാത്ത കാര്യം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, ഇന്നലെ പത്തനംതിട്ടയിൽ വന്നതിന്റെ ഗുണമുണ്ട്. അപ്പൊ പറയേണ്ടടുത്ത് പറയുക എന്നുണ്ടല്ലോ. അല്ല, പത്തനംതിട്ട അല്ലല്ലോ പറയേണ്ടത്, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, രാജ്യം മുഴുവൻ കേൾക്കേണ്ടതല്ലേ. ശബരിമല എന്ന് പറയുന്നത് പത്തനംതിട്ടയിലത്തെ ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ക്ഷേത്രമല്ലല്ലോ കൃഷ്ണരാജെ. അത് ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശബരിമല. വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ശബരിമല എന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളിയുടെ മനസ്സിൽ മാത്രമല്ലല്ലോ അത് ഭക്തിയുടെ ഒരു വികാരമാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാരിസ്ഥിതിക തരത്തിലുള്ള വികാരമാണെങ്കിലും ഐതിഹ്യങ്ങളാണെങ്കിലും ഒക്കെ ശബരിമല എന്ന് പറയുന്നത് ലോകപ്രശസ്തമല്ലേ. അതുകൊണ്ടല്ലേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകൾ. കോൺഗ്രസും BJPയും ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ നമുക്ക് പരിധി വരെ പറയാം അവർ വിശ്വാസികളുടെ പാർട്ടിയാണെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റുകൾക്ക് വിശ്വാസം ഇല്ലാത്തവരെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശബരിമല പോയ കൈ മുമ്പിലേക്ക് ഇങ്ങനെ നിന്ന് തൊഴില്ല അവര്. അപ്പൊ ഇങ്ങനെ നിന്ന് തൊഴുത്താൽ എല്ലാവരും ബഹുമാനിക്കുന്നവരെ നമ്മളും തൊഴണം. അത് വിശ്വാസികളുടെ ആണോ അവിശ്വാസം എന്നുള്ളതല്ല, സമൂഹം ആരെയാ ബഹുമാനിക്കുന്നത് അവരെ എല്ലാവരും ബഹുമാനിക്കണം. അപ്പൊ സമൂഹം ബഹുമാനിക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ ഒരു ഭരണാധികാരി കൈ കൂപ്പണം. അത് സമൂഹത്തോടുള്ള കൂപ്പ് കൂടിയാണ്.